ഹായ് ഗൈസ്, നിങ്ങളെപ്പോഴെങ്കിലും ലൈഫിലുണ്ടായ ഒരു സഡൻ ചേഞ്ചിൽ സ്റ്റക്കായി പോയിട്ടുണ്ടോ? ആ ചേഞ്ച് ഇപ്പോൾ എന്തുവാണ്? ഇപ്പോൾ നമുക്ക് സഡനായി നമ്മുടെ ജോലി നഷ്ടപ്പെടുക, അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെടുക, ഒരു സഡൻ ബ്രേക്കപ്പ് ഉണ്ടാകുക, അങ്ങനെ എന്തുവാണ്? ഞാനും അങ്ങനൊരു പോയിന്റിൽ ലൈഫിൽ സ്റ്റക്കായിരുന്നു. ആക്ച്വലി മൾട്ടിപ്പിൾ ടൈംസ്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, വൈ മീ, എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത്, ഇനി ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വരെ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ എം ഷുവർ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ചെറിയ സ്റ്റോറി കേൾക്കുന്നത്. ആക്ച്വലി കേൾക്കുകയല്ല, ഞാനിത് വായിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാർട്ടൂൺ പോലത്തെ ഈ ചെറിയ സ്റ്റോറിയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ കഥയുടെ പേരാണ് ഹൂ മൂഡ് മൈ ചീസ്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. കാരണം ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും നമ്മുടെ ലൈഫും എല്ലാം നമുക്ക് വളരെ സിമിലറായിട്ട് തോന്നും. ഇത് എൻ്റെ കഥയല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നൊരു കഥയാണിത്. അപ്പം കഥയിലേക്ക് ഇറക്കാം. ഇതൊരു മെയ്സിനുള്ളിൽ നടക്കുന്ന കഥയാണ്. മെയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പണ്ട് ബാലരമയിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വഴി കാട്ടു എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന ഒരു സ്ഥലമല്ലേ, അതാണ് ഒരു മെയ്സ്. അങ്ങനെ നമ്മുടെ കഥയിലുള്ളത് 4 ക്യാരക്ടേഴ്സാണ്: സ്നിഫ് ആൻഡ് സ്ക്യൂറി, അതുപോലെ തന്നെ ഹിം ആൻഡ് കോ. ഇതിൽ സ്നിഫും സ്ക്യൂറിയും 2 എലിക്കുഞ്ഞുങ്ങളാണ്. ആൻഡ് ഹിം ആൻഡ് ഹോം 2 ചെറിയ മനുഷ്യരാണ്. എല്ലാ ദിവസവും ഇവർ ഈ മെയ്സിനുള്ളിൽ പോകും. എന്തിനാ? ചീസ് തരും. ചീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മെറ്റഫറാണ്. ചീസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ട ജോലി, പൈസ, അതുപോലെ ഹാപ്പി ലൈഫ്, ഒരു ഹെൽത്തി ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചീസ് എന്ന ഒരു മെറ്റഫറായി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ മെയ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുന്ന സ്ഥലത്തിനെയാണ് മെയ്സ് എന്ന് ഇവിടെ ഒരു മെറ്റഫറായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്നും ഈ ചീസ് തപ്പി ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ ഇവർ 4 പേരും പലതായിട്ടാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ തപ്പി ഇവർ ഒരു ദിവസം ഒരു ചീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കും, വിത്ത് ഫുൾ ചീസായിട്ട്. ആ ചീസ് സ്റ്റേഷൻ്റെ പേരാണ് ചീസ് സ്റ്റേഷൻ സി. അങ്ങനെ ഇവരവിടെ കംഫർട്ടബിൾ ആകും, കാരണം ഇവർക്ക് വേണ്ടത്ര ചീസ് അവിടെ ഉണ്ട്. അങ്ങനെ ഇവർ ഹാപ്പിയായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എലിക്കുഞ്ഞുങ്ങളായ സ്നിഫ് ആൻഡ് സ്ക്യൂറി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നുണ്ട് ഇവിടുത്തെ ചീസ് കുറയുന്നുണ്ടോ ഇല്ല എന്നൊക്കെ. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ചീസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുക. പക്ഷെ നമ്മുടെ ഹിം ആൻഡ് ഹോ വളരെ കംഫർട്ടബിളായി. ഇത് അവരുടെ സ്വന്തം സ്ഥലമാണ്, ഇവർക്ക് ഇവിടെ അൺലിമിറ്റഡ് ചീസ് ഉണ്ട്, ഇനി ഫോർ എവർ നമുക്ക് ഇവിടെ ജീവിക്കാം, നമുക്ക് വേണ്ട ഫുഡ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവർ വളരെ ഹാപ്പിയാണ്, ഇത് ഇവരുടെ സ്വന്തം സ്ഥലം പോലെയാണ്. അപ്പോൾ നമ്മളും ലൈഫിൽ ഇങ്ങനെ തന്നെയല്ലേ, നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ ആക്കും, പിന്നെ ഇത് ഒരിക്കലും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടില്ല എന്നൊരു ചിന്ത നമ്മളൊക്കെ വരും. അതുതന്നെയാണ് ഇവിടെ ഈ സിറ്റുവേഷനിൽ ഹിം ആൻഡ് ഹോയ്ക്കും സംഭവിക്കുന്നത്. പക്ഷെ വൺ ഫൈൻ ഡേ ഇവർ രാവിലെ ഇതുപോലെ ചീസിന് വേണ്ടി വരുമ്പോൾ ചീസ് സ്റ്റേഷൻ സെയിൽ ഒട്ടും ചീസില്ല. ചീസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പോൾ നമ്മുടെ സ്നിഫ് ആൻഡ് സ്ക്യൂറി ഇത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ചീസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ഹിം ആൻഡ് ഹോ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവരിത് എൻജോയ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. അപ്പം അവർ ശ്രദ്ധിച്ചില്ല. ഈ ചീസ് ഇല്ലായ്മ 2 നിമിഷം തന്നെ നമ്മുടെ സ്നിഫ് ആൻഡ് സ്ക്യൂറി പെട്ടെന്ന് തന്നെ അവരുടെ ഷൂസൊക്കെ പാക്ക് ചെയ്ത് അവരുടെ ഷൂസൊക്കെ എടുത്ത് അവർ വീണ്ടും ചീസ് തപ്പി ഇറങ്ങാൻ റെഡിയായി. കാരണം അവർക്കറിയാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ഹിം ആൻഡ് ഹോ അവർ ഷോക്ക്ഡായിരുന്നു. അവർക്ക് സങ്കടം വരുന്നുണ്ട്, കാരണം ഇത് അവരുടെ സ്വന്തമായി കണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ അവർ തമ്മിൽ ചോദിച്ചു, ഹൂ മൂഡ് മൈ ചീസ്. അങ്ങനെയാണ് നമ്മുടെ കഥ ഹൂ മൂഡ് മൈ ചീസ് എന്ന പേര് വരുന്നത്. അവർ വീണ്ടും ഈ ചീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു, ഹോപ്പിംഗ് ദാറ്റ് ചീസ് തിരിച്ച് വന്ന് കാണും, തിരിച്ച് ചീസ് കൊണ്ടുവച്ച് കാണും എന്ന് കരുതിക്കൊണ്ട്. നമ്മളും ലൈഫിൽ ഇങ്ങനെയല്ലേ, നമുക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചാലോ, നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാലോ, അതുപോലെ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലോ, നമ്മളവിടെ അങ്ങ് സ്റ്റക്കായി പോവല്ലേ. ഇതിലെല്ലാം നമുക്ക് തിരിച്ചു വരും, നമ്മുടെ ജീവിതം പഴയ പോലെ ആകും എന്ന് കരുതി നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുമല്ലേ തോന്നി. പക്ഷെ അതിന് പകരം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മുടെ സ്നിഫ് ആൻഡ് സ്ക്യൂറിയെ പോലെ അടുത്ത ചീസ് സ്റ്റേഷൻ തപ്പി ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്കിതിലും ബെറ്റർ ചീസ് കാണും, പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ പഴയ ഓൾഡ് കംഫർട്ടബിൾ സ്റ്റേറ്റിൽ നിൽക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോകും. നമ്മുടെ കഥയിൽ ഹോ കുറച്ച് കഴിയുമ്പോൾ റിയലൈസ് ചെയ്ത് തുടങ്ങി ദാറ്റ് ഇഫ് അവൻ ഇപ്പോഴെങ്കിലും മൂവ് ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് വിശന്ന് മരിച്ചു പോവാണ്. പക്ഷേ ഹോ അപ്പോഴും തയ്യാറല്ല അവൻ അക്സെപ്റ്റ് ചെയ്യാൻ. അവൻ അപ്പോഴും വിശ്വസിച്ചിരുന്നു ദാറ്റ് ചീസ് തിരിച്ചു വരും, അവന് ഇഷ്ടമുള്ള ചീസ് അവനിലേക്ക് എന്തായാലും തിരിച്ചു വരും എന്നാണ് വിശ്വസിച്ചിരുന്നത്. നമ്മളെ പലരെ പോലെ നമ്മൾ വീണ്ടും വിശ്വസിച്ചിരുന്നു ദാറ്റ് ചീസ് തിരിച്ചു വരുമെന്ന്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതിലെ സംഭവിക്കുന്നത്. നമ്മളൊക്കെ ഒരു ഹിമ്മാണ്, ഹോയെപ്പോലെ അപ്പം പോലും ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ ഹോ വീണ്ടും ചീസ് തപ്പി ചീസ് സ്റ്റേഷൻ സിയിൽ നിന്നിറങ്ങി. അവന് പുതിയ ചീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ.
ഹോ അപ്പോൾ നമ്മുടെ വാളിൽ എഴുതി വെച്ചു. എം എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ കണ്ടോട്ടെ എന്ന രീതിക്ക് അവൻ എഴുതിയതാണ്. ദ ക്വിക്കർ യു ലെറ്റ് ഗോ ഓഫ് യുവർ ഓൾ ചീസ്, ദ സൂണർ യു വിൽ ഫൈൻഡ് ദ ന്യൂ ചീസ്. ഇതൊരു വലിയ ലൈഫ് ലെസൺ അല്ലേ? ഈ ഒരൊറ്റ വരിയിലാണ് ഈ ബുക്കിനെ ഇതാക്കിയത്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നഷ്ടപ്പെട്ട ചീസിനെ നമ്മൾ വേണ്ടെന്ന് വെച്ച് പുറത്ത് വരുന്നോ, നമുക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് പുതിയ ചീസ് കണ്ടെത്താൻ പറ്റും. ഇതിനും ടേസ്റ്റുള്ള ചീസ് നമ്മളെ വെയിറ്റ് ചെയ്ത് എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ആ ചീസിന് തപ്പി ഇറങ്ങാൻ നമ്മൾ റെഡിയല്ല. കാരണം നമ്മൾ പഴയ ചീസിൽ കുക്ക്ഡാണ്. ഇത് തന്നെയല്ലേ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ബുക്കിൽ നിന്ന് നമുക്കൊരു ലെസൺ കിട്ടും. അവൻ വാളിൽ ഇങ്ങനെ എഴുതി, മൂവ് വിത്ത് ദ ചീസ്. കാരണം ചീസ് എപ്പോഴാണോ മൂവ് ചെയ്യുന്നത് അതിനൊപ്പം നമ്മൾ മൂവണം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പുറകിലായി പോകും. അങ്ങനെ നമ്മുടെ വീണ്ടും ചീസ് തപ്പി ഇറങ്ങി. അവൻ ഒത്തിരി അലഞ്ഞു, ഒത്തിരി നടന്നു. അവൻ പല കുഴികളിലും വീണു, കാരണം അവൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെ അവൻ അവൻ്റെ ജേണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അവൻ പല സ്ഥലത്തും ചീസ് കണ്ടു, പക്ഷെ അതെല്ലാം ഓൾറെഡി തീർന്നിരുന്നു. അവൻ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ അവന് ചെന്ന് ഒരു വലിയ ചീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ആ വലിയ ചീസ് സ്റ്റേഷനിലാണ് എത്തുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ സ്മിത്ത് ആൻഡ് സ്റ്റ്യൂറി അവിടെ ഓൾറെഡി വന്നിരുന്നു. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവൻ ലേറ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും അവർ വേണ്ട ചീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ പഴയ ഫ്രണ്ടായ ഹിമ്മിനെ തപ്പി വീണ്ടും അവൻ ഇറങ്ങി. കാരണം അവൻ ഹിമ്മിനോട് പറയണമായിരുന്നു, ഇവിടെ ചീസ് ഉണ്ട്, നമുക്ക് ഇവിടെ വന്നാൽ സുഖമായി ജീവിക്കാം. അപ്പോഴേക്കും ഒന്നും കൂടെ നമ്മുടെ ചീസ് സ്റ്റേഷൻ സിയിലേക്ക് തിരിച്ചു പോയി. ഹിമ്മിനോട് പറയാൻ, ഇവിടെ പുതിയ ചീസ് ഉണ്ട്, നീ ഇവിടെ വന്നാൽ നിനക്കും പുതിയ ചീസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഒരിക്കലും ചീസ് സ്റ്റേഷൻ സിയിൽ നിന്ന് പോരാൻ തയ്യാറായിരുന്നില്ല. കാരണം അവൻ വിശ്വസിച്ചു അവൻ ഇഷ്ടപ്പെടുന്ന ചീസ് സ്റ്റേഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അവൻ മനസ്സിലാക്കുന്നില്ലായിരുന്നു അപ്പുറത്ത് വേറെ നല്ല ചീസ് ഉണ്ടെന്ന്. അപ്പോഴേക്കും ഹോയ്ക്ക് മനസ്സിലായി ഇനി ഇത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് അവിടെ മുറ. അപ്പം ഇത്രയുള്ള ഈ ബുക്കിനെ പറ്റി. ഈ ബുക്ക് വളരെ ചെറിയ ബുക്കാണ്. ഇതിനെപ്പറ്റി ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. പക്ഷേ ഈ യൂട്യൂബിലുള്ള വീഡിയോസിൻ്റെ ഒക്കെ അപ്പുറമാണ് ഇത് ഈ ബുക്ക് തരുന്ന ലെസൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ഈ ബുക്ക് വാങ്ങി തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന പല സിറ്റുവേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ബുക്ക് നമ്മളെ സഹായിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായി ഈ ബുക്ക് വാങ്ങണം, വായിക്കണം, പലപ്പോഴും വായിക്കണം. പല സിറ്റുവേഷൻസിൽ വായിക്കുമ്പോഴും നമുക്കിതിന് പല അർത്ഥങ്ങളാണ് നമുക്ക് ബുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു.